ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയത്തെക്കുറിച്ചുള്ള വിചിന്തനം നമ്മൾ തുടരുകയാണ്. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് തിരുഹൃദയത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ നൽകുന്ന പഠനം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 2 പാരഗ്രാഫ് എടുക്കുമ്പോൾ സഭ നൽകുന്ന ആ ഒരു പഠനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1439. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഉപമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ധൂർത്തപുത്രൻ്റെ ഉപമ. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വചനഭാഗം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഉപമ. നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ധ്യാനിക്കുന്ന ഒരു ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ഇനി സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഉപമയെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നാം ശരിക്കും യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കാണേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം എത്ര വിശാലമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇനിയും യേശുവിനെ അടുത്തറിഞ്ഞ യേശു ക്രിസ്തു, പിതാവായ ദൈവത്തെ അടുത്തറിഞ്ഞ യേശു ക്രിസ്തു വളരെ സിമ്പിളായിട്ട് ലളിതമായ ഭാഷയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ. ഇതാണ് ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഏതാനും ചില കാര്യങ്ങൾ നമുക്കറിയാം. ധൂർത്തപുത്രൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയുണ്ട്. വീട് വിട്ടുപോകുന്നതിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് തെറ്റായൊരു ബോധ്യമായിരുന്നു. അത് പിന്നീട് അവൻ മനസ്സിലാക്കി. തൻ്റെ ഭവനത്തിൽ നിന്നും ഓടി അകന്നാൽ അവന് സ്വാതന്ത്ര്യം ആവശ്യത്തിലേറെ ഉണ്ടാകും എന്നവൻ തെറ്റായ ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നു. അതനുസരിച്ച് അവൻ അവൻ്റെ അവകാശം ചോദിച്ചു വാങ്ങി വിദൂര സ്ഥലത്തേക്ക് പോയി ധൂർത്തടിച്ചു. അങ്ങനെ അവൻ്റെ പണം തീരുന്നത് വരെ ഒരു ജീവിതശൈലി നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമുക്കൊക്കെ ഊഹിക്കാനാവാത്ത വിധം ദുരിത ജീവിതം നയിച്ചവനാണ് ധൂർത്തപുത്രൻ. നമ്മൾ കാണുന്നുണ്ട്, ലജ്ജാകരമായൊരു ജോലിയിൽ അവൻ ഏർപ്പെടേണ്ടി വന്നു. പന്നികളെ മേയ്ക്കുന്ന ജോലി ലജ്ജാകരമായൊരു ജോലി. വീണ്ടും നമ്മൾ കാണുകയാണ്, ആ പന്നികൾ തിന്നിരുന്ന തവിടെങ്കിലും ഭക്ഷിച്ചു വയറ് നിറയ്ക്കാൻ ഇവൻ ആഗ്രഹിച്ചു. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് അവന് സുബോധമുണ്ടായി, മാനസാന്തരമുണ്ടായി. തിരിച്ചു വരാനുള്ള ഒരു ചിന്ത അവനിൽ ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. ഇനി തനിക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയാൻ അവൻ തീരുമാനമെടുത്ത് ഭവനം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ് ഈ ഉപമയിൽ, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടപ്പോൾ ഭവനം വിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് കാണാൻ പറ്റും. അവനെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന അപ്പനെ കാണാൻ പറ്റും. അവന് നൽകിയത് ഒരു ഊഷ്മള വരവേൽപ്പാണ്. അതാണ് ഈ ലൂക്ക 15-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക. വീണ്ടും അവിടെ നമ്മൾ കാണുന്നു, അവന് നഷ്ടമായ വസ്ത്രം, പുതിയ വസ്ത്രം അവന് നൽകുന്നു. മോതിരങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പ് ഇതെല്ലാം നൽകുന്നു. മാത്രമല്ല അവൻ്റെ നാമത്തിൽ വലിയൊരു സദ്യ വിരുന്ന് അവിടെ ഒരുക്കി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അനുദപിച്ച് തിരിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധിയെക്കുറിച്ചാണ്. ഇനി ഈ കാര്യങ്ങളെല്ലാം ശരിക്കും യേശു ഈ ഉപമയിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. യേശുവിന് തോന്നി പിതാവായ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച്, അതിരറ്റ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈ ഒരു ഉപമ ഉപകരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് യേശു ആ ഉപമ പഠിപ്പിച്ചത്. നമ്മൾ കാണുന്നുണ്ട്, ഈ ഉപമ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം ഇതാണ്: ആഴക്കടൽ പോലെ പിതാവിൻ്റെ സ്നേഹം വിശാലമാണ്.
ആഴക്കടൽ പോലെ വിശാലമായ പിതാവിൻ്റെ സ്നേഹം. അത് വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ യേശു അവതരിപ്പിച്ചിരിക്കുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ തിരുഹൃദയത്തിലൂടെയാണ് ഈ സ്നേഹം നാം പഠിക്കേണ്ടത്. ഈശോയുടെ തിരുഹൃദയ ഭക്തർക്ക് അത് പഠിക്കാൻ പറ്റും. മറ്റൊരു പാരഗ്രാഫ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2669. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2669 നമ്മൾ കാണുന്നു, സഭ തിരുഹൃദയത്തെ വണങ്ങുന്നു. രണ്ടാമത്തെ കാര്യം, സഭ തിരുനാമം പ്രകീർത്തിക്കുന്നു. മൂന്നാമത്തെ കാര്യം, സഭ വചനം മാംസമായവനെ ആരാധിക്കുന്നു. ഇക്കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റേതായ ആത്മീയ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് ആ ബോധ്യത്തിന് വേണ്ടി നമ്മെ തന്നെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാം. ഇന്ന് നമ്മൾ കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് യുവജനങ്ങളുടെ ക്ഷേമം, ആത്മീയ വളർച്ച അവർക്ക് ലഭിക്കുവാനും ദൈവവിചാരത്തോടെ അവർ ജീവിക്കുവാനും ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.